ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആദിക്കുട്ടൻ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ അച്ഛനും അമ്മയും അപ്പുറത്തെ ചേച്ചിനോട് സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ ഓടി വന്ന് നിന്നിട്ട് ഗേറ്റൊക്കെ തുറക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവരുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് കോട്ടയത്തേക്ക് പോയി. രാവിലെ 5 മണിക്കായിരുന്നു, വന്ദേ ഭാരതിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതവൻ്റെ ഫസ്റ്റ് ട്രെയിനായിരുന്നു. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഞങ്ങൾക്കും ഒരു സർപ്രൈസ് കിട്ടി. എന്നാന്നിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നാട്ടിൽ പോകാനാണ്. ആൻഡ് ദി തിങ് ഈസ്, ഞാൻ ഒരാളെ ഇളയില്ല, കുറച്ച് പേരെ സർപ്രൈസ് ചെയ്യാൻ പോകും. ഞാൻ സർപ്രൈസ് ചെയ്യാൻ പോകുന്നവരെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. വിച്ച് മീൻസ് അച്ചേച്ചി, ബുബു, കണ്ണൻചേട്ടനും അമ്മയും അവിടെ പുറത്തുനിന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മള് അവര് ട്രിവാൻഡ്രത്തായിരുന്നു, ചേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പം നാളെ രാവിലെ അവര് എവിടെ എത്തും? നാളെ രാവിലെ അവര് കോട്ടയം എത്തും. അച്ഛനെയും മുത്തശ്ശീനെയും അമ്മ വീട്ടിലൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാം. അവർക്ക് നാട്ടിൽ ആർക്കും അറിയില്ല അവർ ലാൻഡ് ചെയ്ത കാര്യം. അപ്പോൾ എനിക്ക് നാളെ എക്സാം ആണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വരുന്ന കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. സോ അവർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും എനിക്കവിടെ ചെല്ലണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് അത് മൂഞ്ചുമെന്നാണ് തോന്നുന്നത്. സോ ഞാൻ കണ്ണൻചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്തും. സോ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ലാഗ് ആക്കണമെന്ന്. ഗൈസ്, ഫ്ലോപ്പ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല. സോ ലെറ്റ്സ് സീ. ഫ്ലോപ്പ് ആവോ? നോ. ഫ്ലോപ്പ് ആവോ? നോ. ഗൈസ്, നമ്മളിങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. പിന്നെ അവർക്ക് സ്റ്റൈലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കോട്ടയത്തെത്തിയിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് വഞ്ചനാട് കിട്ടി. നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് അവർക്ക് വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര എക്സൈറ്റഡാണ്, ഭയങ്കര ഒരു ഹാഫ് ആൻ അവറിൽ അവരെത്തും. So let's see what's the reactions. 13th B5 AC 3 tires. 14th B4 AC 3 tires. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് അവൾ വിളിക്കുമ്പോൾ വരുന്നതിനെക്കുറിച്ചൊരു ചെറിയ സൂചന പോലും അവൾ തന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൾ അന്ന് അബുദാബിയിൽ നിന്ന് പോകുന്നത് തന്നെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടായിരുന്നു. ഉണ്ടായി കഴിഞ്ഞൊരു 4-5 ദിവസം അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ഇച്ചിരി ഒരു എനർജി കൂടുതൽ കിട്ടിയൊരു രീതിയായിരുന്നു. അവനിടയിൽ ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അവൾ വന്നാൽ പിന്നെ എനിക്ക് കൊച്ചിൻ്റെ കാര്യം ഒന്നും അറിയണ്ട, ഫുൾ അവൾ നോക്കിക്കോളും. കെട്ടിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലോ. പിന്നെ നമ്മളവിടെ ഇറങ്ങി നേരെ അമ്മക്കിയുടെ അടുത്തേക്കാണ് പോയത്. അതായത് അമ്മയുടെ അടുത്ത് കൊണ്ട് അവനെ ഒന്ന് കാണിച്ചിട്ട് പാലായിലേക്ക് പോകാമെന്ന് ഓർത്തു.
വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചിട്ട് അടുപ്പ് ചടപടേന്ന് ഓടിപ്പടച്ചങ്ങോട്ടേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ അടുപ്പ് ജനിച്ചതിന് ശേഷം, അതായത് ഒരു 20 കൊല്ലത്തിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ വാവയാണ് അമ്മയുടെ വീട്ടിൽ ആദ്യത്തെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരണത് എല്ലാവരും ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അച്ഛനെ കാണിക്കാൻ ധൃതിയായിരുന്നു. അച്ഛനാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഫോൺ വിളിക്കുന്ന ഒന്നും എടുക്കുന്ന കൂടി ഇല്ലായിരുന്നു, ഫോൺ കേടാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആശ നല്ല കലിപ്പിലായിരുന്നു. പക്ഷെ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കും അതൊക്കെ അങ്ങോട്ട് അലിഞ്ഞു പോയിട്ടോ. പൊന്നു ഉമ്മാണോടാ.